ഹലോ ഫ്രണ്ട്സ്, AJ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡിഫൈ ടൂൾസ് ആയ മൂവ്, കോപ്പി, റൊട്ടേറ്റ്, മിറർ. അതിൽ തന്നെ കോപ്പിയുടെ സബ് ഓപ്ഷൻസും മിറർ റൊട്ടേറ്റിന്റെ സബ് ഓപ്ഷൻസും നമ്മൾ എന്തുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ മൂവ് എന്നുള്ള ടൂള്. ഇവിടെ ഹോം എന്നുള്ള ടാബില് മോഡിഫൈ എന്ന് പറയുന്ന പാനലില് മൂവ് എന്നുള്ള ഓപ്ഷൻ, ഇതാണ് അതിന്റെ സിമ്പിൾ പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കീ എം എന്നുള്ളത് യൂസ് ചെയ്യാം. മൂവ് എന്നുള്ളതിന് എം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കീ ആണ്, ഞാൻ അതാണ് യൂസ് ചെയ്യേണ്ടത്. സോ എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ബ്ലൂ കളറിലെ ലൈൻസ് അല്ലെങ്കിൽ ഈ വൈറ്റ് കളറിലെ ലൈൻ എനിക്ക് ചെയ്യണം, മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് എം എന്ന് പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് അതെവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഇവിടേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെയാണ് വേണമെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്യാം. എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, മൂവ് ആയി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് എന്നുള്ളതിന് എം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിനു ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ദെൻ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ബേസ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് മൂവ് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പം എന്താണ്, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മൂവ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നേരെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ട് നിൽക്കുക. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ആദ്യമേ ആ ഒരു രീതിയിൽ പറഞ്ഞത്. സോ നമുക്കിനി ഈ 3 ലൈൻസ് ആണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 3 ലൈനിനെ നമ്മൾ സെലക്ട് ചെയ്യുക. മൂവ് എന്നുള്ളതിന് എം എന്ന് പ്രസ് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് പോയിന്റ് കൊടുത്തിട്ട് നേരെ അത് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് മൂവ് ചെയ്യാൻ പറ്റും. സർക്കിൾ, ഈ ഒരു റെഡ് കളറിലെ സർക്കിളിനെയാണ് എനിക്ക് ഇങ്ങോട്ട് മാറേണ്ടത്. സെയിം പൊസിഷനിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ സെയിം ഒരു ഇതിൽ തന്നെ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മൂന്നുള്ള ടൂൾ എടുത്തു, ഈ ഒരു പോയിന്റ് ബേസ് പോയിന്റ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് ക്ലിക്ക് കഴിഞ്ഞാൽ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് ഒരു ഡിസ്റ്റൻസ് കൊടുത്താണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തു, ഈ ലൈനിനെ ഞാൻ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റുകളൊക്കെ എന്തിനേയും ഞാൻ സെലക്ട് ചെയ്തു. എന്തൊക്കെ മൂവ് ചെയ്യണോ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് മൂവ് എന്നുള്ള ടൂളിന് എം എന്ന് പ്രസ് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് പോയിന്റ് സെന്റർ പോയിന്റ് ആക്കി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 11.78 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തു. മൂന്നുള്ള ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 11.78 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് കാണിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തില്ല, മൂവിങ് വന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ മൂവിന്റെ ഡയറക്ഷൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. മൂവ് എന്നുള്ളതിന് എം എന്ന് പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക, സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് ഓൺ ചെയ്തിട്ടേക്കണം. ഓർത്ത് ഓൺ ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ട് ഇത് പോവുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, നേരെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ മൗസ് വെച്ച് ഡയറക്ഷൻ കാണിച്ചിട്ട് എന്ത് ചെയ്തു, 11.78 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പൊ ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ഓപ്ഷൻ കോപ്പി. മൂവ് പോലെ തന്നെ സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഒരു സെറോക്സ് കൂടി കിട്ടും. മൂവ് ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സിങ് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ഒരു സെറോക്സ് അല്ലെങ്കിൽ ഇതിനൊരു പ്രതിബിംബം കൂടി നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു കോപ്പിയും കൂടി നമുക്ക് കിട്ടും. അതാണ് കോപ്പി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് CO അല്ലെങ്കിൽ CP, അതാണ് ഷോർട്ട് കീ. ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, ഇവിടെ ടാബില്, ഹോം ടാബില് മോഡിഫൈ പാനലില് എന്തുണ്ട്, കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ അതിനുള്ളിൽ കിടക്കണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഒബ്ജക്റ്റില് ഈ ഒരു സർക്കിളിന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് വെക്കണം. കോപ്പി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രതലത്തിന് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിനെ സെലക്ട് ചെയ്തു, CO എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് പോയിന്റ് എവിടെയാണോ വേണ്ടത് ആ ബേസ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സിംഗിൾ ഓപ്ഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു തവണയാണ് കോപ്പി ആയിട്ടുള്ളൂ. എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, CO എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ബേസ് പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, CO കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, മോഡ് എന്നുള്ള ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ മോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട്
മൾട്ടിപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക. എവിടെയൊക്കെ കോപ്പി ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലാവണ്ട? എന്ത് ചെയ്യണം, ഒരു തവണ വേണ്ടി പറയാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, CO എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. താഴെ നോക്കി ഈ കാണുന്ന 2 ഓപ്ഷൻസ് ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ്, മോഡ്. ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് ആയി ഓൺ ആയി കിടക്കുന്നത്. നമുക്കതിൽ മോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സിംഗിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. സിംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തവണ എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക, എവിടേക്കാണോ കോപ്പി ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഡിസ്റ്റൻസ് വെച്ചാണ് കോപ്പി ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യണം. CO എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, ബേസ് പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൗസിന്റെ ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു. ലെഫ്റ്റിലേക്ക് 8.38 എന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റർ ചെയ്തു. കാരണം ഈ ഡയമെൻഷൻ 8.38 ആണ്. അപ്പൊ അതിനനുസരിച്ച് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഇതിനെ ഞാൻ കോപ്പി ചെയ്തു 8.38 ഡിസ്റ്റൻസിലേക്ക്. ജസ്റ്റ് മൗസിന്റെ ഡയറക്ഷൻ കാണിക്കുക, വാല്യൂ എത്രയാണോ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി കോപ്പിയുടെ ഉള്ളിൽ വരുന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് അറേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അറേ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ആയിട്ട് കോപ്പി ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, സെലക്ട് ചെയ്യും, കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുക്കും, ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കോപ്പി എടുത്ത് വെക്കണം, ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് പകരം ഇത് ചെയ്യുന്നതിന് പകരം ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തു, CO എന്ന് കൊടുത്തു, ബേസ് പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് വരുമ്പോൾ ഒരു സബ് ഓപ്ഷൻ വരുന്നതാണ് അറേ എന്ന് പറഞ്ഞിട്ടുള്ള സബ് ഓപ്ഷൻ. അറേയില് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് എൻ്റർ നമ്പർ ഓഫ് ഐറ്റംസ് ടു അറേ. നമ്പർ ഓഫ് ഐറ്റംസ് അറേ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് ഒരു 10 എണ്ണം അല്ലെങ്കിൽ വേണ്ട ഒരു 5 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ എന്താണ് വരുന്നത്, ഇതേപോലെയാണ് വരുന്നത്. നമുക്കത് വേണ്ടത് ഏത് രീതിയിലാണോ വേണ്ടത്, അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് എവിടെയാണോ വേണ്ടത് അതാണ് ചോദിക്കുന്നത്. സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ഓർ ഫിറ്റ് ആണ്. അതിലെന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്താ, സെക്കൻഡ് പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് ബേസ് പോയിന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എനിക്ക് കറക്റ്റ് ഇവിടുന്ന് വരണം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, 5 എണ്ണം എന്നുവെച്ചാല് ഇത് ഉൾപ്പെടെ 5 നമ്പേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്തു, അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വന്നു. ഇനി അങ്ങനെയല്ല, എനിക്ക് വേണ്ടത് ഇവിടെ ഓൾറെഡി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസിൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, CO എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ അറേ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് ഐറ്റംസ് ഞാൻ 10 നമ്പേഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ എത്ര വേണം കൊടുക്കാം, 10 നമ്പേഴ്സ് എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. സെക്കൻഡ് പോയിന്റ് ഓർ ഫിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ എൻഡ് പോയിന്റ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻഡ് പോയിന്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താ ചെയ്തു, അതിന് ഫുള്ള് നമ്മളിവിടെ ഫില്ല് ചെയ്ത് വന്നു. ഇപ്പൊ ഞാൻ കൊടുത്തപ്പോ ഇതാണ് ബേസ് പോയിന്റ് കൊടുത്തത്, അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, പുറത്തേക്ക് വന്നത്. നേരെ തിരിച്ച് സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുന്ന സമയത്ത് ബേസ് പോയിന്റ് ഞാൻ ഇതാണ് കൊടുക്കുന്നത്. അതിനുശേഷം അറേ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് ഐറ്റംസ് ടു അറേ എന്നുള്ളത് 10 എണ്ണം കൊടുത്തു, എൻ്റർ ചെയ്തതിനു ശേഷം ഫിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നേരെ ഈ എൻഡ് ആണ് എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്തു, അത് ഫില്ല് ചെയ്ത് കിട്ടി. ഇതാണ് കോപ്പിയിൽ അറേ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് വൺ, റൊട്ടേറ്റ്. ഷോർട്ട് കീ RO, അതല്ലെങ്കിൽ മോഡിഫൈ എന്ന് പറയുന്ന പാനലില് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹോം എന്ന് പറയുന്ന ടാബില് മോഡിഫൈ എന്ന് പറയുന്ന പാനലില് റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, RO, അതാണ് ഷോർട്ട് കീ എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നതിൽ തന്നെ 2 ഓപ്ഷൻ വരുന്നുണ്ട്, കോപ്പി ആൻഡ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് സബ് ഓപ്ഷൻസ് ആണ്. എന്താന്നുള്ളതൊക്കെ പറയാം. എനിക്ക് ഈ കാണുന്ന ഒരു ആരോ മാർക്കിന് നമുക്ക് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അതിനു വേണ്ടി RO, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, RO എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബേസ് പോയിന്റ്. എനിക്ക് ഈ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആരോ മാർക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ആയി പോണത്, കണ്ട.
അതെന്തുകൊണ്ടാ? ഇവിടെ ഓർത്തോ ഓൺ ചെയ്തെടുക്കൊണ്ട. ഓർത്തോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഓർത്തോ സ്നാപ്പിംഗ് അവിടെ ഉണ്ടാവില്ല. ഇനി എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ആവും. എനിക്ക് അങ്ങനെയല്ല, റൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഒരു ഇത്ര ഡിഗ്രി ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഓർത്തോ ഒക്കെ ഓൺ ചെയ്യും, ഓഫ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 30 എന്ന് ടൈപ്പ് ചെയ്തു. എനിക്ക് വേണ്ടത് 30യിലേക്കാണ്. എന്ന് വെച്ചാൽ ആ 12 ഇരുന്ന ആരോ മാർക്കിനെ 11ലേക്ക് കൊടുക്കണം. 11ലേക്ക് കൊടുക്കാൻ വേണ്ടി 30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ആംഗിൾ 30 എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 30 എന്ന് കൊടുത്തത്. എൻ്റർ ചെയ്തപ്പോൾ എന്തായി? റൊട്ടേറ്റ് ആയി. വീണ്ടും ഞാൻ സെലക്ട് ചെയ്തു റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷനിൽ എനിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ വീണ്ടും ഒരു 30 അല്ലെങ്കിൽ 60 എത്രയാണോ വേണ്ടത് അത് കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അത് റൊട്ടേറ്റ് ആവുന്നുണ്ട്. അതെല്ലാം ഞാൻ ആംഗിൾ പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യണത്? നമുക്ക് ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ആയി വേണ്ടത്. അതിനർത്ഥം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന ആംഗിൾ മൊത്തം എന്ത് ചെയ്യുള്ളൂ? അത് റൊട്ടേറ്റ് ആവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് വാല്യൂസ്, ആക്ച്വലി പറഞ്ഞാല് പോസിറ്റീവ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാല് പോസിറ്റീവ് വാല്യൂവിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുള്ളത്? റൊട്ടേറ്റ് ആവുള്ളൂ. ഞാൻ വീണ്ടും വന്ന് ഒരു 25 എന്ന് കൊടുത്താൽ എന്തായി? 25 പോസിറ്റീവ് ആംഗിൾ എന്നുവെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുള്ളത്? റൊട്ടേറ്റ് ആവുക. ഇനി നേരെ തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് 1ലേക്കാണ് ഇത് റൊട്ടേറ്റ് ആവേണ്ടത് എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് എന്നുള്ളതിന് RO എന്ന് ടൈപ്പ് ചെയ്ത് ബേസ് പോയിന്റ് കൊടുത്തതിന് ശേഷം മൈനസ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ -30 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ആവുന്നത്. മനസ്സിലാവണ്ട? ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ബേസ് പോയിന്റ് കൊടുക്കുന്നു. ബേസ് പോയിന്റ് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ ടൈപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റൈറ്റ് സൈഡിലേക്ക് അത് റൊട്ടേറ്റ് ആവുള്ളൂ. അതിനർത്ഥം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ആവുള്ളൂ. അതാണ് ഇവിടെ ഞാൻ ഈ ഒരു റെപ്രസെന്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ എനിക്കിത് ഇവിടെ തന്നെ നിൽക്കണം. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു ആരോ മാർക്ക് വേറെ സ്ഥലത്തേക്ക് റൊട്ടേറ്റ് ആവാൻ വേണം എന്നുണ്ടെങ്കിൽ ബേസ് പോയിന്റ് കൊടുത്തതിന് ശേഷം കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എത്ര ഡിഗ്രി ആംഗിളിലാണോ റൊട്ടേറ്റ് ആവേണ്ടത്, ഇപ്പൊ 30 ആണെങ്കിൽ 30യിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്തായി? കോപ്പി ആയി. ഇനി എനിക്ക് ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക, കോപ്പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിഗ്രി ആംഗിൾ ആണോ വേണ്ടത് ആ ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ആയി. റൊട്ടേറ്റും ആവും, അവിടെ നിന്ന് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? കോപ്പി ആവുകയും ചെയ്യും. അതാണ് റൊട്ടേറ്റിന്റെ ഉള്ളിൽ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്തത് നമുക്ക് വരുന്നത് റൊട്ടേഷനിൽ ഞാൻ ഇതിനൊരു മൈനസ് വാല്യൂ കൊടുക്കുകയാണ്, -30. ഓക്കെ, എനിക്ക് ഇതിന്റെ ആംഗിൾ എത്രയെന്ന് അറിയില്ല എന്ന് വിചാരിക്കാം. ഇതിന്റെ ആംഗിൾ എനിക്ക് അറിയില്ല, പക്ഷേ എനിക്കിത് കറക്റ്റ് ഇവിടെ നിൽക്കും വേണം. ഈ ലൈനിൽ നിന്ന് കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കും വേണം. ഇത് എനിക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അറിയാം. ഇവിടുന്ന് ഈ 12ലേക്ക് എത്താൻ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പക്ഷെ എനിക്ക് ഈ ഗ്രീൻ ലൈനിൽ നിന്ന് ഈ യെല്ലോ ആരോ മാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് അല്ലെങ്കിൽ ആംഗിൾ എത്രയെന്ന് അറിയില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബേസ് പോയിന്റ് കൊടുത്തതിന് ശേഷം റെഫറൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. റെഫറൻസ് എന്നുള്ളത് ചോദിക്കുമ്പോൾ സ്പെസിഫൈ ദി റെഫറൻസ് ആംഗിൾ. എത്രയാണ് റെഫറൻസ് ആംഗിൾ എന്ന് ചോദിക്കുന്നത് അന്ന് വെച്ചാല് ഈ കാണുന്ന ലൈനിന്റെ ഈ കാണുന്ന യെല്ലോ ലൈൻ അല്ലെങ്കിൽ യെല്ലോ ആരോ മാർക്കിന്റെ ആംഗിൾ ആണ് ചോദിക്കുന്നത്. നമുക്ക് അറിയാത്തത് കൊണ്ട് ബേസ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ബേസ് പോയിന്റ് ഏതാണോ വേണ്ടത് ആ ബേസ് പോയിന്റ് മുതൽ അതിന്റെ എൻഡ് പോയിന്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന്റെ ആരോ മാർക്ക് അല്ലെങ്കിൽ ആ ആരോ മാർക്കിന്റെ ആംഗിൾ അവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അത് അവർ കൺസിഡർ ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ദി ന്യൂ ആംഗിൾ. പുതിയ ആംഗിൾ എനിക്ക് എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ലൈനിൽ നിന്ന് 12ലേക്കുള്ള ആംഗിൾ എത്രയാണോ അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? 90 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്ത് കൊടുത്തു.
മനസ്സിലാവണ്ട. ഒബ്ജക്റ്റ് ഓൾറെഡി എന്ത് ചെയ്യാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിനെനിക്ക് എന്ത് ചെയ്യണം, 11ലേക്ക് മാറ്റണം. 11ലേക്ക് മാറ്റാൻ എനിക്ക് എന്ത് ചെയ്യില്ല, ആംഗിള് അറിയില്ല. ആംഗിൾ എന്ത് ചെയ്യില്ല, എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഈ കാണുന്ന ഗ്രീൻ ലൈനിൽ നിന്ന് 11 വരെയുള്ള ആംഗിൾ അറിയാതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് എന്നുള്ള ടൂൾ എടുക്കുക, ബേസ് പോയിന്റ് കൊടുത്തിട്ട് റെഫറൻസ് എന്നുള്ള സെലക്ട് ചെയ്യാം. റെഫറൻസ് എന്താ, ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ഏത്, നമ്മുടെ യെല്ലോ കളറിലെ ലൈൻ, റൊട്ടേറ്റ് ചെയ്യേണ്ട ലൈനാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതിന്റെ ബേസ് പോയിന്റ് എടുക്കണം. മുകളിൽ നിന്ന് താഴേക്ക് എടുക്കരുത്, ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബേസ് പോയിന്റ് ഇവിടെ ആയിട്ട് നമ്മുടെ ആംഗിൾ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു, നേരെ അതിന്റെ എൻഡ് പോയിന്റ് കൂടി കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, സെൻട്രൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇത് എൻഡ് പോയിന്റ് കാണിച്ചു കൊടുത്തു. ദെൻ എത്ര ഡിഗ്രി ആംഗിൾ ആണോ അറിയാവുന്നത് ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ പോയിന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് 2 പോയിന്റ് കാണിച്ചു കൊടുക്കാം. അപ്പൊ എനിക്ക് ഇവിടെ ആംഗിൾ അറിയാം, 90 + 30 വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. 120 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആംഗിൾ ആയിരിക്കും നമ്മൾ നീണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് റെഫറൻസ് കൊണ്ടുള്ള ഉപയോഗം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് മിറർ, ഷോർട്ട് കീ MI. അതല്ലെങ്കിൽ ഹോം എന്നുള്ള ടാബില് മോഡിഫൈ എന്ന് പറയുന്ന പാനലില് മിറർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് MI എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. സോ എനിക്ക് മിറർ ചെയ്യേണ്ടത്, മിറർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെയാണ് എനിക്ക് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രതിബിംബമായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുക. മിറർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ഈ എൻഡിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഹാഫ് പോർഷൻ ആണ് ബേസ് പോയിന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, മിറർ എന്നുള്ളതിന് MI എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ സ്പേസ് ബാർ ചെയ്യുക. കറക്റ്റ് ഇതിന്റെ എൻഡ് പോയിന്റിലാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ലെങ്ത്തിന്റെ ഹാഫ് പോർഷൻ എവിടെയാണോ അവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും. ഇപ്പൊ എനിക്ക് ഇങ്ങോട്ടേക്കാണ് വേണ്ടത്, ഞാൻ മുകളിലേക്ക് ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു. കാരണം ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് എപ്പോഴും മിറർ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഓർത്തോ ഓൺ ചെയ്തിടാൻ നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. ഡയറക്ഷൻ കാണിച്ചു കൊടുത്ത് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് സ്ക്രീനില്, ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് യെസ് ഓർ നോ. അതിൽ ഞാൻ യെസ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മദർ ഒബ്ജക്റ്റ് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സൈഡിലേക്ക് ആ ഒബ്ജക്റ്റ് വന്നു. എന്ന് വെച്ചാൽ പാരന്റ് ഒബ്ജക്റ്റ് ഇറേസ് ആയി പോയിട്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, മിറർ ചെയ്തു വന്നു. അങ്ങനെയല്ല, എനിക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഒപ്പം തന്നെ ഒബ്ജക്റ്റ് കിട്ടണം. ഈ ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കും വേണം, ഇവിടെ എന്ത് ചെയ്യണം, മിററിങ് വരും വേണം. അങ്ങനെയാണെങ്കിൽ MI എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. കറക്റ്റ് ഇതിന്റെ സെന്റർ പോയിന്റ് ഞാൻ കാണിച്ചു കൊടുത്തു, ക്ലിക്ക് ചെയ്തു, ഓർത്ത് ഓൺ ചെയ്യും കേട്ടോ. ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ യെസ് ഓർ നോ ചോദിക്കുന്നുണ്ട്. അപ്പൊ സോഴ്സ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യണ്ട, മാഞ്ഞ് പോകണ്ട അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് പോകണ്ട. അപ്പൊ ഞാൻ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്താൽ എൻ്റർ ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്തു, ഈ ഒരു ഒബ്ജക്റ്റ് വന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, MI എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. വെച്ചാൽ കറക്റ്റ് ഇവിടെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടെ എങ്ങനെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിൽ ബേസ് ചെയ്തിട്ടായിരിക്കും വരാം. ഇവിടെ എത്രയാണ് ഞാൻ ക്ലിക്ക് ചെയ്തതിന്റെ എത്ര ഡിസ്റ്റൻസ് ആണോ അതേ പകുതി ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ആ പ്രതലം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് വരണത്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, മിറർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, കറക്റ്റ് ഇതിന്റെ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു, നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു, നോ എന്നുള്ളതിന് നോയിൽ വന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്താൽ അവിടെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. ഇൻ കേസ് ഇതിന് കറക്റ്റ് ഇതിനോട് ചേർന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, മിറർ എന്നുള്ള ഓപ്ഷൻ എടുത്തു, ബേസ് പോയിന്റ് കൊടുത്തിട്ട് കറക്റ്റ് ഇതിന്റെ ഡയറക്ഷൻ ഞാൻ കാണിച്ചു കൊടുത്ത് ഇവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, നോ എന്ന് കൊടുത്തു. ഇതേപോലെ വന്നു. ഇനി താഴേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, MI എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻ എക്സിലേക്കാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്, ഇങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്തു, എൻ്റർ ചെയ്തു. അവിടെ ഇതാണ് മിററിന്റെ ഓപ്ഷൻസ്.
നമ്മൾ ഇന്ന് പഠിച്ചത് മൂവ്, കോപ്പി, റൊട്ടേറ്റ് ആൻഡ് മിറർ എന്നുള്ള 4 മോഡിഫൈ ടൂൾസ് ആണ് നമ്മൾ നോക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.